നമ്മളുടെ കർഷകർ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാറില്ല എന്നുള്ളത്. അത് മറ്റൊന്നുകൊണ്ടും അല്ല, ചില സീസണിൽ ചില ഐറ്റങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും. ഈ എക്സസ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നാച്ചുറലി മാർക്കറ്റിൽ അതിന്റെ വില ഇടിയുന്നത് സ്വാഭാവികമാണ്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, ഈ വർഷം എന്തെങ്കിലും ഒരു വിള നല്ല രീതിയിൽ വിറ്റുപോയാൽ അല്ലെങ്കിൽ നല്ല വില കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ അടുത്ത വർഷം കൂടുതൽ ആളുകൾ ആ കൃഷിയിലേക്ക് അല്ലെങ്കിൽ ആ വിളയിലേക്ക് തിരിയുമ്പോൾ വീണ്ടും എക്സസ് ആയിട്ട് വിളകൾ ഉണ്ടാകുന്നു. എക്സസ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വില ഇടിഞ്ഞിരിക്കും. എന്നാൽ ഈ എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന വിളകൾ അതെങ്ങനെ നമുക്ക് സംസ്കരിച്ച് സൂക്ഷിക്കാം അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ ഈ കർഷകർക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ നമ്മളെ പോലെയുള്ള ചെറുകിട ബിസിനസ് മോഡലുകൾ തപ്പി നടക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനും ആകും. നമുക്ക് നമ്മളുടെ സർക്കാരിന്റെ തലത്തിൽ തന്നെ ഇതിനുള്ള ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, കൃഷിഭവനുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൃഷിഭവനിലും ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കതിന്റെ ടെക്നോളജി മനസ്സിലാക്കാൻ പറ്റും. ഈ ടെക്നോളജി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എക്സ്ട്രാ വിള വന്നിട്ടുണ്ടെങ്കിൽ ആ വിളയെ എങ്ങനെ ഒരു മൂല്യവർദ്ധിത പ്രോഡക്റ്റ് ആക്കി മാറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സ്വന്തം പൈനാപ്പിൾ. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഉണ്ടാകുന്ന വിളകൾക്ക് ഗുണമേന്മ കൂടുതലാണ്, അതിന് രുചിയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും അതിലേക്ക് കലർത്തേണ്ടതായിട്ട് വരുന്നില്ല ഈ കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി. നമുക്ക് പൈനാപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ വിലയിടിവ് പ്രധാനമായിട്ടും പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെ ടിവികളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. വിലയിടിഞ്ഞു, കർഷകർക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. നേരത്തെ പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്നത് കുറെ ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ പൈനാപ്പിളിന് ഒരിടയ്ക്ക് വില ഉണ്ടായി എന്ന് കണ്ടപ്പോൾ ഈ റബ്ബറിന്റെ കൂടെയൊക്കെ ഇടവിളയായിട്ടും സാധാരണ കർഷകരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പൈനാപ്പിള് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ വില ഇടിഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നമുക്കിവിടെ പൈനാപ്പിൾ കാൻഡിയാണ് നമ്മളിവിടെ നോക്കുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾക്കിടയിൽ വളരെ ഡിമാൻഡ് ഉണ്ടാകാവുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതിന് കുറഞ്ഞ മുതൽ മുടക്ക് മതി. ചെറിയ പരിശീലനം ഒക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കൃഷിഭവനെ തന്നെ സമീപിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ റോ മെറ്റീരിയൽ നമുക്ക് പ്ലെന്റി ഓഫ് റോ മെറ്റീരിയൽ ആണ്. നമുക്ക് സീസൺ സമയത്ത് നല്ല രീതിയിൽ ഇത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് കളക്ട് ചെയ്ത് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. എങ്ങനെയാണ് നമുക്കിത് നിർമ്മിക്കാൻ പറ്റുന്നത്? ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. പക്ഷെ ഇത് കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇതനുസരിച്ച് നിങ്ങൾ ഒരു ട്രെയിനിങ് കൂടെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ പൈനാപ്പിളിന്റെ ഒക്കെ സാധാരണ പഞ്ചസാരയുടെ അളവ് നോക്കിയാണ് ഈ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പഴുത്തു തുടങ്ങുമ്പോൾ ഇതിന് ഘടനയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന കാൻഡി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴുക്കുന്നതിന് മുമ്പ് മൂപ്പെത്തി കഴിയുമ്പോൾ ഉള്ള പൈനാപ്പിൾ ആണ് എടുക്കേണ്ടത്. ഈ പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി പൂർണ്ണമായിട്ടും ചെത്തിക്കളയണം. അതിലിങ്ങനെ കണ്ണ് പോലെയുണ്ട്. അതെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. പിന്നെ നമുക്കത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്യൂബ് ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ കട്ട് ചെയ്തതിന്റെ ഓക്സിലേഷൻ ഒഴിവാക്കണം. അതിനുവേണ്ടി നമുക്ക് സിട്രിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. സിട്രിക് ആസിഡ് നമ്മൾ ഇത് സൂക്ഷിക്കുന്നു കുറച്ചു നേരം. പിന്നെ ചൂടാക്കിയ വെള്ളത്തിൽ നമുക്കൊരു 80-90 ഡിഗ്രി ചൂടാക്കിയ വെള്ളത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും ഒന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രിക്സ് ലെവൽ കൂട്ടിയുള്ള പഞ്ചസാര ലായനിയിൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ 4 മണിക്കൂർ മുക്കി വെക്കണം. പിന്നെ അതിന്റെ ലെവൽ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഈ ലെവൽ നമ്മൾ ഉയർത്തി 72% ആക്കണം. ബ്രിക്സ് ലെവലാണ് ഈ പഞ്ചസാരയുടെ അളവാണ് ഈ പറയുന്നത്. ബ്രിക്സ് ലെവൽ 72% ആക്കണം. ഇത് 72% ആയി കഴിയുമ്പോൾ ഈ ക്യൂബുകളെല്ലാം എടുത്ത് നല്ല വെള്ളത്തിൽ, ശുദ്ധജലത്തിൽ കഴുകിയെടുക്കണം. കഴുകിയെടുക്കുന്നത് പറഞ്ഞാൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പഞ്ചസാര ലായനി ഒഴിവായി പോകാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഡ്രയറിൽ ഇടുമ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 55-60 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിൽ 4 മണിക്കൂർ ഡ്രൈ ചെയ്ത പൈനാപ്പിൾ കാൻഡി റെഡിയായി കഴിഞ്ഞു. ഈ കാൻഡിയിലെ ഈർപ്പം 10% താഴെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത്. ഇതെല്ലാം സാങ്കേതിക വിദ്യ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന കാൻഡിയിൽ പഞ്ചസാരയുടെ രുചി കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന കാൻഡി കുട്ടികൾക്ക്
ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അത് കൂടാതെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹാനികാരകമായിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ ക്യാനുകൾ കിട്ടും. ക്യാനിൽ പാക്ക് ചെയ്ത് 100 ഗ്രാം 200 ഗ്രാം 1/2 കിലോ അങ്ങനെ ക്യാനുകളിൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 6 മാസം വരെ കേട് ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും. അതായത് എക്സ്പയറി ഡേറ്റ് 6 മാസം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാൻഡികൾ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഈ ക്യാൻഡി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ പഠിച്ചെടുക്കുക, കൃഷിഭവനിൽ ചെന്ന് അന്വേഷിക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ട്രെയിനിങ് സെന്ററുകൾ സർക്കാർ തലത്തിൽ തന്നെയുണ്ട്, അവർ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തുടങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ട മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരു ഡ്രയറാണ്. ഡ്രയറിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 ലക്ഷം തൊട്ട് 1.5-2 ലക്ഷത്തിനുള്ളിൽ നിൽക്കും. ഡ്രയറിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഒരു പാക്കിംഗ് മെഷീൻ വേണ്ടി വരും. പാക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാൻഡ് സീലർ പോലെയുള്ള പാക്കിംഗ് മെഷീൻ ഉപയോഗിക്കാം. അല്ലാതുള്ള സ്റ്റിക്കറിംഗ് മെഷീൻ വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഈ പ്രോഡക്റ്റുകൾ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന മെഷീനറികളുടെ 30% വരെ സബ്സിഡി ലഭിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഇത് തുടങ്ങാവുള്ളൂ. ഫുഡിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളും മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒരു സാധനങ്ങളും ഉണ്ടാക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.